ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്ത് കുഴൽമന്നം ഹൈവേയുടെ സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. വെള്ളിയാഴ്ച മുതൽ തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചക്കൊരു 2-2:30 വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു ചന്തയാണ് കുഴൽമന്നം ചന്ത. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ കന്നുകാലികളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഒരു ഇടത്തരം വലിപ്പത്തിനുള്ള പോത്തുകളെയാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 40-45 രൂപ മുതൽ 60 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. അറ്റത്ത് നിൽക്കുന്നതൊക്കെ ചെറുതാണ്. അപ്പൊ ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന് കിട്ടുന്ന മീറ്റിന്റെ ലെവലിനൊക്കെ അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയാറുള്ളത്. ചന്തയിൽ മേനി വിലയാണ്, തൂക്കി വിൽപ്പന അല്ല ഉള്ളത്. മേനി വിലയാണ്. നമുക്ക് എത്രയാണ് മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. അവരുടെ വില അവർ പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. അതാണ് ചന്തയിലെ ഒരു രീതി. ഇവിടെ ഈ ഭാഗത്ത് ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോത്തിനൊക്കെ 30 രൂപ 35 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. കച്ചവടക്കാർ ചോദിക്കുമ്പോൾ ഒരു വില, പാർട്ടിക്കാരോട് മറ്റൊരു വില, അങ്ങനെയൊക്കെയാണ് ഇവിടെ കച്ചവടം നടക്കാറുള്ളത്. ചന്തയിൽ സ്ഥിരമായിട്ട് വരുന്ന ആരെങ്കിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇടനിലക്കാരും കച്ചവടക്കാരൊക്കെ ആയിട്ട് ചിലപ്പോൾ കൂടുതൽ 2000-4000 ഒക്കെ കൂടുതൽ പൈസ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് ചന്തയിലേക്ക് വരുമ്പോൾ പരിചയമുള്ള ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അത് ആ കൂട്ടത്തിൽ ആ വലിയ ചുവന്ന കുട്ടി സഹിവാളിന്റെ ഒരു ക്രോസ് ബ്രീഡാണ്. ആ കാണുന്ന കുട്ടിക്ക് അവർ ചന്തയിൽ 29,000 രൂപയാണ് ചോദിക്കുന്ന വില. കൂട്ടത്തിൽ വലുതാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയൊരു കുട്ടിയാണ്. 29,000 രൂപയാണ് ഈ കാണുന്ന കന്നിന് വില ചോദിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള കന്നുകാലികൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം ഒരു 22 രൂപ 20 രൂപ 24 രൂപ അങ്ങനെ പല റേഞ്ചിലുള്ള കുട്ടികളാണ്. കൂട്ടത്തിൽ ഏകദേശം 20-22 രൂപ മുതൽ 29 രൂപ 30 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. നമ്മളോട് 29 രൂപയാണ് ആ കാണേണ്ട കുട്ടിക്ക് ചോദിച്ചത്. ചില ആളുകളോട് 30 പറയുന്നുണ്ട്. അതാണ് നമ്മൾ അങ്ങനെ ഒരു വില പറഞ്ഞത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ഉള്ളൊരു കുട്ടിയാണ്. വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി. 29 രൂപയാണ് ചോദിച്ച വില. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പശുക്കുട്ടികളുണ്ട്, കാളക്കുട്ടികളുണ്ട്. മിക്സറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ 2-3 പശുക്കുട്ടികളാണ്, ബാക്കിയുള്ളത് കാളക്കുട്ടികളുമാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം 18,000 രൂപ മുതൽ 24,000 രൂപ വരെയാണ് ചന്തയിൽ അവർ ചോദിക്കുന്ന വില. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. 18 രൂപ മുതൽ 24 രൂപ വരെ ചന്തയിൽ അവർ വില ചോദിക്കുന്നുണ്ട്. ഏകദേശം ബാർഗെയിൻ ചെയ്താൽ ഏകദേശം ഒരു 20 രൂപക്ക് താഴെ 18-20 ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള, അതിലും താഴെ ചിലപ്പോൾ കിട്ടും. രാവിലെ നേരത്തെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് കൊടുക്കേണ്ടി വരും. കുറച്ചു നേരമൊക്കെ നിന്നിട്ട് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നിന്ന് മുഷിയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കിട്ടിയ വിലയൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഒഴിവാക്കാറുമുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. വലിയ പോത്തുകളുണ്ട്, വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളുണ്ട്. ഈ കാണുന്നതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പോത്തുകളാണ്. ഈ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 34 രൂപ മുതൽ 38-39 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു ഓങ്കോളിന്റെ കാളക്കുട്ടിനെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടി. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു കുട്ടിനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 ഓങ്കോൾ ബ്രീഡ് പെട്ടുള്ള കാളക്കുട്ടികളെ ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന 2 അതേപോലെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ ഒരു 3 കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ള കുട്ടികളുണ്ട്. ഏകദേശം ഒരു 8 മാസം മുതൽ 1 വയസ്സിന് മുകളിലൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു 5 കുട്ടികൾ ഇവിടെ ഓങ്കോളിന്റെ ബ്രീഡ് പെട്ടുള്ള കുട്ടികളുണ്ട്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില 30-32 രൂപ മുതൽ 40-42 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. ചെറുതൊക്കെ ഏകദേശം ഒരു 30 രൂപ റേഞ്ചിൽ നിന്നാണ് വില തുടങ്ങുന്നത്. 30 രൂപ മുതൽ 42 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറയും. അവരൊരു ഔട്ട്ലൈൻ വില അവർ പറയും. നമുക്ക് എത്രയാണോ മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. അതാണ് ചന്തയിലെ ഒരു രീതി.
ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഒരു നാടൻ ബ്രീഡ് പെട്ടിട്ടുള്ള കുറച്ച് മൂരിക്കുട്ടികളാണ് ഈ രണ്ടെണ്ണം. അത്യാവശ്യം ഒരെണ്ണം ഒരു ജേഴ്സി ക്രോസ്, ഒരെണ്ണം ഒരു HF-ന്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികളാണ്. ചന്തയിൽ ഏകദേശം 20-22 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 16-17 ആ റേഞ്ചിൽ അല്ലെങ്കിൽ 15 ആ റേഞ്ചിലൊക്കെ മുറിയും. കച്ചവടം ബാർഗെയിൻ ചെയ്താൽ നമ്മൾ എങ്ങനെയാണോ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ ഇരിക്കും കന്നുകളുടെ വില നിലവാരം. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ചെറിയ പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ പരുവത്തിനുള്ള പോത്തിൻകുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 5 മാസം 6 മാസമൊക്കെ പ്രായമായിട്ടുള്ള വളരെ ചെറിയ കുട്ടികൾ ഇഷ്ടം പോലെ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 16 രൂപ 18 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13-14 രൂപ അതിൻ്റെ അടുപ്പിച്ചിട്ട് കിട്ടും. അതേപോലെ 2-3 ഒക്കെ എടുക്കുമ്പോഴുള്ള വിലയാണ് പറഞ്ഞത്. നമ്മളൊരു 5-10 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും വില കുറയാൻ ചാൻസ് ഉണ്ട്. 1-2 ഒക്കെ എടുക്കുമ്പോൾ അവർ പറഞ്ഞ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് വരുള്ളൂ. നമ്മളൊരു 5-10 ഒക്കെ ഒന്നിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആദായം കിട്ടും. ഈ കാണുന്ന കുട്ടികൾ കുറച്ചുകൂടി വലിയ കുട്ടികളാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടി വലിയ കുട്ടികളാണ്. ഏകദേശം ഒരു 7 മാസം 8 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ആ കാണിച്ച കുട്ടികൾ. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട്. ഈ അറ്റത്തു നിന്നാണ് തുടങ്ങുകയാണെങ്കിൽ ചെറുതാണ്. അറ്റത്തിലേക്ക് എത്തുന്നതോറും ഏകദേശം 1 വയസ്സിന് മുകളിൽ 1.5 വയസ്സിനോടൊക്കെ അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഇപ്പൊ നമ്മൾ കാണിച്ച ചെറുതും വലുതൊക്കെ ഏകദേശം ഒരു ചോദിക്കുന്നത് 24,000 രൂപ മുതൽ 38,000 രൂപ വരെയാണ് ചോദിച്ച വില. അതേപോലെ തന്നെ ഈ ലൈനിലും ഒരുപാട് പോത്തിൻകുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇതും ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അടുത്ത പെരുന്നാളിന് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഈ കാണുന്നത്. ഇതൊക്കെ 1 കൊല്ലം കൊണ്ട് ഏകദേശം നമുക്ക് വിൽപ്പനക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം വലുപ്പത്തിനുള്ള കാലകരവും നല്ല ഇടനീട്ടമുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. ആ കണ്ട ഏകദേശം വലിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 34 രൂപ മുതൽ 40-42 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പോത്തിൻകുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ പോത്തിൻകുട്ടികളാണ്. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 മാസം പ്രായമായ വളർത്തുകുട്ടികൾ മുതൽ 1 വയസ്സ് 1.5 വയസ്സ് വരെയൊക്കെ പ്രായമായിട്ടുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തിൻകുട്ടികളുണ്ട്. 1.5 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ പോത്തുകളും ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട്. കൂടുതലും പോത്തിൻകുട്ടികളെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളെ ഒന്നും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടുതലും വളർത്തുകുട്ടികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വളർത്തുകുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടാണ് കന്നുകാലികളെയൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്. നല്ല പോത്തിൻകുട്ടികളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വിളിക്കാറുണ്ട്. അവർക്കൊക്കെ ഉപകാരമാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോത്തിൻകുട്ടികളെ ഈ ആഴ്ചയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഇഷ്ടം പോലെ കുട്ടികൾ ഈ ആഴ്ച ഇതേപോലെയുള്ളത് കുട്ടികൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 16, 17, 18 ആ റേഞ്ച് 20ന്റെ താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് എല്ലാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ചുരുണ്ട കൊമ്പുള്ള ഇടനീളം കാൽപ്പൊക്കമുള്ള ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. എങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്താൽ നല്ല ലക്ഷണമൊത്ത മുറ ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫാമുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാം ക്വാളിറ്റി ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ മുറ ക്രോസ് എന്ന് നമ്മൾ പറയുന്നില്ല. ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫാമുകളിൽ നിന്ന് കിട്ടുന്ന അതേ ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ കുട്ടികൾ ഏകദേശം ഒരു വയസ്സ് 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് വലിയ കുട്ടികളെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിലും വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള പോത്തുകളുണ്ട്. ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ഏകദേശം 35,000 രൂപ മുതൽ 48,000 50,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അതേപോലെ തന്നെ ഇവിടെ 2 കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ആവശ്യങ്ങൾക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അക്കീക്കത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ പറ്റും. വളർത്താനാണെങ്കിൽ അതിനും പറ്റുന്ന രീതിയിലുള്ള 2 കാളകളാണ്. ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ഏകദേശം 48 രൂപ മുതൽ 55 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. 2 കന്നുകളെ കാണിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു വില പറഞ്ഞു തരാത്തത് നമ്മളോട് പറഞ്ഞ വില ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളോട് പറയുക. അപ്പോൾ നമുക്ക് അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഔട്ട്ലൈന് വില പറഞ്ഞത്. ജാഫറാബാദിന്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കിടിലം പോത്താണ് ആ നടുവിൽ നിൽക്കുന്നത്. ഇന്ന് വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള ജാഫറാബാദി
ഒരു പോത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഒരുപാട് പേര് ഇതേപോലെയുള്ള ജാഫറാബാദി ബ്രീഡപ്പെട്ടുള്ള വളർത്തുകുട്ടികൾ വരുന്നുണ്ടോ എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ജാഫറാബാദി കുട്ടികൾ അപൂർവമായിട്ടാണ് ചന്തയിൽ വരാറുള്ളൂ. ഈ ആഴ്ച വന്ന ഒരു ജാഫറാബാദി പോത്താണ്. പല്ല് പറഞ്ഞിട്ടില്ല, ഇനി പല്ല് പറയാത്ത ടൈപ്പാണെന്ന് അറിയില്ല. നമ്മുടെ നോട്ടത്തിൽ പല്ല് പറഞ്ഞിട്ടില്ല. ഏകദേശം 2 വയസ്സിനോട് ഉള്ളിൽ പ്രായമാണ് നമുക്ക് തോന്നുന്നുള്ളൂ. അതിന്റെ കുളമ്പും പല്ലൊക്കെ നോക്കുമ്പോൾ നമുക്ക് 2 വയസ്സിന് താഴെ മാത്രം പ്രായമേ തോന്നിക്കുന്നുള്ളൂ. ഈ കാണുന്ന കന്നിന് ചന്തയിൽ 75,000 രൂപയാണ് ചോദിച്ച വില. നമ്മൾ 50 രൂപ 55 രൂപ വരെയൊക്കെ വില ചോദിച്ചു, ബാർഗെയിൻ ചെയ്ത് ചോദിച്ചു നോക്കി. 50-55 അടുത്തൊക്കെ നമ്മൾ വില ചോദിച്ചു നോക്കി, അവർ തരാൻ തയ്യാറായില്ല. അതിൽ കൂടുതൽ കൊടുത്തിട്ട് എടുക്കാനുള്ള മുതലുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ എടുത്തിട്ടില്ല. ഒരുപാട് പേര് ജാഫറാബാദി പോത്തുകളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ, നമ്മൾ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറും കോൺടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. നമ്മൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഒരു മാന്യമായ വിലക്ക് അവർക്കത് വളർത്തി വലുതാക്കിയിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടേണ്ട ലെവലിലേക്ക് കൊടുക്കണം. അല്ലാതെ അവരിനെ ചടപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ പിടിപ്പിച്ചിട്ട് അവരിൽ നിന്ന് 1,000-2,000 മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ ലാഭം എടുത്തിട്ട് വിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തല കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, കൊമ്പും നിലയൊക്കെ വൃത്തിയുള്ള ഒരു കന്നാണ്. ഏകദേശം 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ളൂ, വളരാനൊക്കെ ഉണ്ട്, ഫ്രെയിം പരുവുള്ളൂ, അത്യാവശ്യം ഉയരത്തിനും നല്ല ഇടനീട്ടമൊക്കെ ഉള്ള അടിപൊളി ലക്ഷണമൊത്തൊരു കന്ന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ 55 രൂപക്കുള്ള മുതലുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ല. 75 രൂപക്കുള്ള മുതലുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ല. നമ്മൾ 55 വരെ ചോദിച്ചു, അവര് അടുക്കുന്നില്ല. 75 വേണം പറയേണ്ട നിന്നത്. ഒരു 70-65 ആ റേഞ്ചൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ കന്നിനെ എടുത്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ആഴ്ചയിലെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.